ഫൈക്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളെടുക്കുന്ന സബ്ജക്റ്റിൻ്റെ പേര് ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ നോക്കുന്നത് ഫാക്ട്സ് അബൌട്ട് ബാങ്ക്. സം ഫാക്ട്സ് അബൌട്ട് ബാങ്ക്. ഫാക്ട്സ് അബൌട്ട് ബാങ്കാണ് ഞാൻ ഇന്ന് നോക്കുന്നത്. നമ്മൾ നോക്കേണ്ടത് ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ട്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കണം. കാരണം എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ്? ലോകത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച ബാങ്കിൻ്റെ പേരെന്താണ്? ലോകത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച ബാങ്കിൻ്റെ പേര് ബാങ്ക് ഓഫ് വെനീസ് എന്നാണ്. ബാങ്ക് ഓഫ് വെനീസ്. ബാങ്ക് ഓഫ് വെനീസ് ആണ് ലോകത്ത് ആദ്യമായിട്ട് ആരംഭിച്ച ബാങ്കിൻ്റെ പേര്. ഇൻ വിച്ച് ഇയർ ദ ബാങ്ക് ഓഫ് വെനീസ് ഈസ് ഫോമഡ്? ഏത് വർഷമാണ് ബാങ്ക് ഓഫ് വെനീസ് ആരംഭിച്ചത്? 1157. 1157 ബാങ്ക് ഓഫ് വെനീസ് ആരംഭിച്ചത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഏൻഷ്യൻ്റ് ടൈം ഇൻ ഇന്ത്യ ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റം ഹാസ് പ്രിവൈൽഡ് ഇൻ ദ പേഴ്സൺ ആർ കോൾഡ്. ഇന്ത്യയിൽ നമുക്കറിയാം ഇൻഡിജിനസ് ബാങ്കിങ് ആയിരുന്നു. ചില വ്യക്തികൾ ബാങ്കിങ് ബിസിനസ്സാണ് നടത്തിയത്. അവരെ നമ്മൾ ഷോർഫ് എന്നും സേട്ട് എന്നും സുക്കാർസ് എന്നും മഹാജൻസ് എന്നും പേരിലൊക്കെ അറിയപ്പെടും. അപ്പോൾ ആരൊക്കെയാണ് മഹാജൻ, അതുമാതിരി സേട്ട്, ചെട്ടിയാർ, അങ്ങനെ കുറേ ഗ്രൂപ്പുകളാണ് ഈ ഇൻഡിജിനസ് ബാങ്കിങ് ഇന്ത്യയിൽ നടപ്പാക്കിയത്. ദ ഒറിജിൻ ഓഫ് മോഡേൺ ടൈപ്പ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ഡേറ്റ് ബാക്ക് ടു ഡാഷ്. 18ാം സെഞ്ച്വറിയിലാണ് ഇന്ത്യയിൽ ഇന്നു കാണുന്ന രീതിയിലുള്ള മോഡേൺ ടൈപ്പ് ഓഫ് ബാങ്കിങ് ആരംഭിച്ചത്. 18ാം സെഞ്ച്വറിയിലാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള മോഡേൺ ബാങ്കിങ് ബിസിനസ് ആരംഭിച്ചത്. 18ാം സെഞ്ച്വറിയിലാണ്. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ക്രെഡിൽ ഓഫ് ഇന്ത്യൻ ബാങ്കിങ്? ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ ക്രെഡിൽ എന്നറിയപ്പെടുന്ന സ്ഥലം എന്താണ്? വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ക്രെഡിൽ ഓഫ് ഇന്ത്യൻ ബാങ്കിങ്? സൗത്ത് കാനറ ഡിസ്ട്രിക്ട് ഇൻ കർണാടക. സൗത്ത് കാനറ ഡിസ്ട്രിക്ട് ഇൻ കർണാടക. ഡിസ്ട്രിക്ട് ഇൻ കർണാടക. ഇതാണ് ബാങ്കിങ് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സൗത്ത് കാനറ ഡിസ്ട്രിക്ട് ഇൻ കർണാടക എന്നുള്ള സ്ഥലത്താണ് ഇത് അറിയപ്പെടുന്നത്. വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദ ക്രെഡിൽ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് ഈസ് സൗത്ത് കാനറ ഡിസ്ട്രിക്ട് ഇൻ കർണാടക ആണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക്. ഇൻ വിച്ച് പ്ലേസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സെൻട്രൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ലൊക്കേറ്റഡ്? സെൻട്രൽ കൽക്കട്ട. കൽക്കട്ടയാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ്റെ ഹെഡ് പ്ലേസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. കൽക്കട്ട. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ മാനേജ്ഡ് ബൈ യൂറോപ്യൻസ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ മാനേജ്ഡ് ബൈ യൂറോപ്യൻസ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ managed by Europeans. In which year Bank of Hindustan was formed? ഏത് വർഷമാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഫോം ചെയ്തത്? 1770. 1770. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഡാഷ് പ്രസിഡൻസി ബാങ്ക് were set up under the charter from the British East India Company. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ചാർട്ടർ എന്ന് പറഞ്ഞ വിളംബരം, രാജകീയ വിളംബരം. അങ്ങനെ രാജ്യവിളംബരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം എത്ര പ്രസിഡൻസി ബാങ്കുകൾ ആരംഭിച്ചു? മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, 3 പ്രസിഡൻസി ബാങ്കുകളാണ് അവർ ആരംഭിച്ചത്. The year in which the Bank of Calcutta was established. In the year in which the Bank of Calcutta established 1806.
ഇമ്മീഡിയറ്റ്ലി ബിക്കം ദ ബാങ്ക് ഓഫ് ബംഗാൾ. 1806 അത് ആരംഭിച്ചത്. അത് പിന്നീട് ബാങ്ക് ഓഫ് ബംഗാളായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലഹബാദ് ബാങ്ക് വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ആൻഡ് വർക്ക് ഈവൻ ടുഡേ. അലഹബാദ് ബാങ്ക് ആരംഭിച്ചത് ഏത് വർഷം? 1865. ഇപ്പോഴും അലഹബാദ് ബാങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക്. നമ്മുടെ ഏറ്റവും ഓൾഡസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക് എന്ന് പറയുന്നത് അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്കാണ് ഓൾഡസ്റ്റ് ബാങ്കായിട്ട് കണക്ക് കൂട്ടാവുന്നത്. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് ബാങ്ക്. The first bank of India which limited to be managed by Indian board was Audh Commercial Bank. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിമിറ്റഡ് ലാബിലിറ്റിയോട് കൂടി ബാങ്ക് ആരംഭിക്കുകയും അത് ഇന്ത്യക്കാർ തന്നെ മാനേജ് ചെയ്ത ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ഇന്ത്യക്കാർ മാനേജ് ചെയ്ത് ബോർഡിലുണ്ടായിരുന്ന ബാങ്കിൻ്റെ പേര് ഔദ് കൊമേഴ്സ്യൽ ബാങ്ക്. ഔദ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഔദ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഔദ് കൊമേഴ്സ്യൽ ബാങ്ക്. ഔദ് കൊമേഴ്സ്യൽ ബാങ്ക്. ഇനി the year in which the Audh Commercial Bank was established. ഔദ് കൊമേഴ്സ്യൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1881. സ്ഥലത്തിൻ്റെ പേര് ഫൈസാബാദ്. ഫൈസാബാദിൽ 1881 ഔദ് കൊമേഴ്സ്യൽ ബാങ്ക് ആരംഭിച്ചത്. ലിമിറ്റഡ് ലാബിലിറ്റി ആയിരുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻ്റ് ഒക്കെ ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. The year in which ഔദ് കൊമേഴ്സ്യൽ ബാങ്ക് failed. ഔദ് കൊമേഴ്സ്യൽ ബാങ്ക് പ്രവർത്തനം അവസാനിപ്പിച്ചത് 1958. The bank was failed, utter failed. So the bank was failed 1958. The bank was failed. The first bank purely managed by India. The first bank purely managed by Indians is PNB. Punjab National Bank. Punjab National Bank. PNB. The first bank purely managed by India was Punjab National Bank. The year in which Punjab National Bank established. Punjab National Bank established ചെയ്ത വർഷം 1894. 1894 ലാഹോർ. ലാഹോറാണ് ആസ്ഥാനം. 1894 ലാഹോറിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് പറയാം. ദ ഇയർ ഇൻ വിച്ച് ദ ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടഡ്. ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ടഡ് ഇൻ മുംബൈ. ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് 1906. ഫൗണ്ടഡ് ഇൻ മുംബൈ. ബാങ്ക് ഓഫ് ഇന്ത്യ 1906 ഫൗണ്ടഡ് ഇൻ മുംബൈ. ഡാഷ് ബിക്കം ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് to open branch in continental Europe at Paris in 1974 and London 1946. പാരീസിലും ലണ്ടനിലും ബ്രാഞ്ചുകൾ ആരംഭിച്ച ഇന്ത്യയുടെ ബാങ്കിൻ്റെ പേര് ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കാണ് പാരീസിലും ലണ്ടനിലും ബ്രാഞ്ചുകൾ ആരംഭിച്ചത്. ആരംഭിച്ച വർഷം പറയുന്നു പാരീസ് 1974 and London 1946. First commercial bank which was wholly owned and managed by Indians was dash. India first commercial bank which was ആദ്യത്തെ കൊമേഴ്സ്യൽ ബാങ്ക് ആണ്. ഫുള്ളി ഓൺ ചെയ്തു മാനേജ് ചെയ്ത് ഇന്ത്യൻസ് ആണ്. ആ ബാങ്കിൻ്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, വേറൊരു ബാങ്കിനെ പറയുന്ന പേരാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് നെയിം പ്രഥമ ഗ്രാമീൺ ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ബൈ. ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് അതിന് പറയുന്ന പേര് പ്രഥമ ഗ്രാമീൺ ബാങ്ക്. ആരംഭിച്ചത് ആരാണ്? പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആരംഭിച്ചത് സിൻഡിക്കേറ്റ് ബാങ്ക്. സിൻഡിക്കേറ്റ് ബാങ്ക്. പ്രഥമ ഗ്രാമീൺ ബാങ്ക് ആരംഭിച്ചത് സിൻഡിക്കേറ്റ് ബാങ്ക്. സിൻഡിക്കേറ്റ് ബാങ്ക് ആണ് പ്രഥമ ഗ്രാമീണ ബാങ്ക് റീജിയണൽ റൂറൽ ലെവലിൽ ആരംഭിച്ചത്.
The first bank in India to be given an ISO certification. ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ബാങ്കിൻ്റെ പേര്, ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ബാങ്കിൻ്റെ പേര് കാനറ ബാങ്ക്. കാനറ ബാങ്കിനാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയത്. ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് പറഞ്ഞാൽ കാനറ ബാങ്കാണ്. കാനറ ബാങ്ക്. ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഇൻ നോർത്തേൺ ഇന്ത്യ ഗോട്ട് ISO 9002 സർട്ടിഫിക്കേഷൻ ഫോർ ദെയർ സെലക്റ്റഡ് ബ്രാഞ്ചസ്. ഇന്ത്യയിലെ നോർത്തേൺ മേഖലയിൽ പ്രവർത്തിച്ച ഒരു ബാങ്കിന് ISO 9002 സർട്ടിഫിക്കേഷൻ ലഭിച്ചിരുന്നു. അതിൻ്റെ സെലക്റ്റഡ് ബ്രാഞ്ചിന് അത് ഏതാണ് ബാങ്ക് എന്ന് ചോദിച്ചാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, PNB, പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ് ആ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയത് എന്ന് പറയേണ്ടി വരും. ദ ഓൾഡസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ഹാവിംഗ് ബ്രാഞ്ചസ് ഓൾ ഓവർ ദി ഇന്ത്യ സർവിംഗ് ദ കസ്റ്റമേഴ്സ്. ഏറ്റവും ഓൾഡസ്റ്റ് ആയ പബ്ലിക് സെക്ടർ ബാങ്ക്, ഇന്ത്യയിലുള്ള ഒരുവിധം കസ്റ്റമേഴ്സിനൊക്കെ കവർ ചെയ്ത ആ ബാങ്കിൻ്റെ പേര് ബാങ്ക് ഓഫ് അലഹബാദ്. ബാങ്ക് ഓഫ് അലഹബാദ്. ബാങ്ക് ഓഫ് അലഹബാദ് ആണ് അത്രയും കവർ ചെയ്ത ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന പേരിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബാങ്ക് അലഹബാദ് ബാങ്കാണ്. അലഹബാദ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് എമംഗ് ദി പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ കേരള ടു ബിക്കം ആസ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ 1946 അണ്ടർ ദി RBI ആക്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അതായത് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കേരളത്തിൽ ഷെഡ്യൂൾ ബാങ്കായിട്ട് 1946 RBI ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നത് SIB, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഞാൻ ഒന്നുകൂടി പറയാം. ദ ഫസ്റ്റ് എമംഗ് ദി പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ കേരള ടു ബിക്കം എ ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ 1946 അണ്ടർ ദി RBI ആക്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SIB. ഫസ്റ്റ് ബാങ്ക് ടു അനൗൺസ് ATM ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ചത് HSBC. ഇന്ത്യയിലെ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ചത് HSBC. ഇൻ വിച്ച് ഇയർ ദ പ്രസിഡൻസി ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് സേവിംഗ് ബാങ്ക് ഇൻ ഇന്ത്യ. ഏത് വർഷമാണ് പ്രസിഡൻസി ബാങ്ക് സേവിംഗ് ബാങ്ക് ആരംഭിച്ചത്? 1833. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇന്റർനെറ്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ? which is the first bank established internet banking in India? ICICI ആണ് ഇന്റർനെറ്റ് ബാങ്കിങ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ബാങ്ക്. വിച്ച് ബാങ്ക് വാസ് ഇൻട്രൊഡ്യൂസർ മ്യൂച്വൽ ഫണ്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് SBI. മ്യൂച്വൽ ഫണ്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്കിൻ്റെ പേര് SBI. Which is the first foreign bank in India? Comptoir de Paris of France. ആ ബാങ്കിൻ്റെ പേര് ഇത്തിരി പ്രത്യേകതയാണ്. Comptoir, COMPTOIRE, Comptoir de Paris of France. In which year Comptoir de Paris of France was formed in India? 1860 പൂർണ്ണമായിട്ട് വിദേശ ബാങ്കായ ഒരു ബാങ്ക് ഇന്ത്യയിൽ അവരുടെ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ബാങ്കിൻ്റെ പേര് കോംപ്റ്റിയർ ഡി പാരീസ് ആണ്. പാരീസ് ഓഫ് ഫ്രാൻസ് ആണ്. 1860. ദ ഫസ്റ്റ് ബാങ്ക് ടു ഓപ്പൺ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. ഔട്ട്സൈഡിൽ ആദ്യമായിട്ട് ബ്രാഞ്ച് ആരംഭിച്ച ബാങ്കിൻ്റെ പേര് പ്രത്യേകിച്ച് ഏതാ സ്ഥലം എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലണ്ടൻ. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ
ഔട്ട്സൈഡിൽ ആദ്യമായിട്ട് ബിസിനസ് ആരംഭിച്ച് പ്രത്യേകിച്ച് ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തങ്ങളുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കിയ ബാങ്കിൻ്റെ പേര്, ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ബാങ്കിൻ്റെ പേര് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദ ബാങ്ക് ഈസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. ഇൻ വിച്ച് ഇയർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് മോഡിഫൈഡ്? സാധാരണ ഇതിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളുടെ ഒരു നോട്ടാക്കി ജസ്റ്റ് പറയാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്പോൾ നമുക്കത് നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, NI ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഓഫ് 1881. അപ്പോൾ ആദ്യമായിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1881 എന്ന് പറയാം. ഇതിന് മോഡിഫിക്കേഷൻ വന്നത് 1989 2002 മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 1989 2002 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിന് അതിൻ്റേതായ നിയമങ്ങളിൽ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കറൻസി ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആസ് പെർ കറൻസി ആക്ട് 21. കറൻസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. കറൻസി ആക്ട് 21 പ്രകാരം കറൻസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, കറൻസി ഒരു കാരണവശാലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് മീൻസ് ട്രാൻസ്ഫർ ബൈ ഡെലിവറി. നമുക്കൊരാൾക്ക് കൈമാറ്റം ചെയ്യാവുന്ന ഇതിനെ പറയുന്ന പേരാണ് എന്ത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ട്രാൻസ്ഫർ ബൈ ഡെലിവറി വി കോൾഡ് ആസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് വിളിക്കാം. ഇനി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. സെഷൻ 4 പ്രോമിസറി നോട്ട്. സെഷൻ 4 പ്രോമിസറി നോട്ട്. സെഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെഷൻ 6 ചെക്ക്. 8 ഹോൾഡർ. 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. 10 പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. 11 ഇൻലാൻഡ് ബിൽ. 12 ഫോറിൻ ബില്ല്. അപ്പം നമ്മൾ നോക്കി നോക്കുക, ആദ്യത്തെ സെഷൻ 4 പ്രോമിസറി നോട്ട്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെഷൻ 4 പ്രകാരം പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നു. സെഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നു. സെഷൻ 6 ചെക്കിനെ കുറിച്ച് പറയുന്നു. സെഷൻ 8 ഹോൾഡറിനെ കുറിച്ച് പറയുന്നു. സെഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിനെ കുറിച്ച് പറയുന്നു. സെഷൻ 10 പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സിനെ കുറിച്ച് പറയുന്നു. ദെൻ 11 ഇൻലാൻഡ് ബില്ലിനെ കുറിച്ച് പറയുന്നു. 12 ഫോറിൻ ബില്ലിനെ കുറിച്ച് പറയുന്നു. ഫോറിൻ ബിൽ. ഫോറിൻ ബില്ലിനെ കുറിച്ച് പറയുന്നു. ദെൻ അടുത്തത് സെഷൻ 13 പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്. 13 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്. താഴെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറയുന്നു. 14 നെഗോഷിയേഷൻ. 14 നെഗോഷിയേഷൻ. 15 എൻഡോഴ്സ്മെൻറ്റ്. 15 എൻഡോഴ്സ്മെൻറ്റ്. 18 where the amount settled different
in and words. 19. Instrument payable at demand. 22. Maturity date of bill. 25. When maturity day is holiday. 30. Liability of drawer. നോക്കുക, സെഷൻ 13 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറയുന്നു. സെഷൻ 14 നെഗോഷിയേഷനെ പറയുന്നു. സെഷൻ 15 എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു. 18 വെൻ ദയർ ദി എമൗണ്ട് സെറ്റിൽ ഡിഫറൻറ്റ് ഇൻ ആൻഡ് വേർഡ്സിൽ പറയുന്നു. 19 ഇൻസ്ട്രുമെൻറ്റ് പേയബിൾ അറ്റ് ഡിമാൻഡ് പറയുന്നു. 22 മെച്യൂരിറ്റി ഡേറ്റ് ഓഫ് ബില്ലിനെ കുറിച്ച് പറയുന്നു. 25 മെച്യൂരിറ്റി വെൻ മെച്യൂരിറ്റി ഡേറ്റ് ഹോളിഡേ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നു. ആൻഡ് 30 ലാബിലിറ്റി ടു ഡ്രോയറിനെ കുറിച്ച് പറയുന്നു. ലാബിലിറ്റി ടു ഡ്രോയറിനെ കുറിച്ച് 30ൽ പറയുന്നു. ദെൻ അടുത്തത് നമ്മൾ നോക്കേണ്ടത് 31 ലാബിലിറ്റി ടു ഡ്രോയർ. ലാബിലിറ്റി ടു ഡ്രോയറിനെ കുറിച്ചാണ് 31. ലാബിലിറ്റി ടു ഡ്രോയി ലാബിലിറ്റി ടു ഡ്രോയി. 30 ലാബിലിറ്റി ടു ഡ്രോയർ. 31 ലാബിലിറ്റി ടു ഡ്രോയിനെ കുറിച്ച് പറയുന്നു. 49 സെഷൻ 49 സെഷൻ 49 conversion of blank endorsement. Conversion of blank endorsement. Conversion of blank endorsement ne കുറിച്ച് സെഷൻ 49 പറയുന്നു. Then സെഷൻ 52 52 സാൻ recourse endorsement. San recourse endorsement. San recourse endorsement സെഷൻ 52 പറയുന്നു. Then 56 partial endorsement. Partial endorsement സെഷൻ 56. 85 ചെക്ക് പേയബിൾ അറ്റ് ഡിമാൻഡ്. 85ൽ ചെക്ക് പേയബിൾ അറ്റ് ഡിമാൻഡ്. ചെക്ക് പേയബിൾ അറ്റ് ഡിമാൻഡ് 85ൽ പറയുന്നു. 85A ഡിമാൻഡ് ഡ്രാഫ്റ്റ്. 85A ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ കുറിച്ച് പറയുന്നു. 87 effect on material alteration. Effect on material alteration. Effect on material alteration. Yes, 87 സെഷൻ 87 effect on material alteration. സെഷൻ 87 effect on material alteration ആണ് വരിക. സെഷൻ 99 നോട്ടിംഗ്. 100 protesting. 100 വരുന്നത് protesting.
123 ചെക്ക് ക്രോസ്ഡ് ജനറൽ. ചെക്ക് ക്രോസ്ഡ് ജനറൽ 23. 24 124 ചെക്ക് ക്രോസ്ഡ് സ്പെഷ്യൽ. ചെക്ക് ക്രോസ്ഡ് സ്പെഷ്യൽ 124 ചെക്ക് ക്രോസ്ഡ് സ്പെഷ്യൽ. 125 പേഴ്സൺ ഓതറൈസ്ഡ് ടു ക്രോസ് ചെക്ക്. സെഷൻ 125 പേഴ്സൺ ഓതറൈസ്ഡ് ടു ക്രോസ് ചെക്ക്. ചെക്ക് 120 സെഷൻ 127 ഡബിൾ ക്രോസിംഗ്. 127 ഡബിൾ ക്രോസിംഗ്. 127 ഡബിൾ ക്രോസിംഗ്. 127 ഡബിൾ ക്രോസിംഗ്. 128 പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കർ. 128 protection to paying banker. 131 protection to collecting banker. Protection to collecting banker. 130 not negotiable crossing. Not negotiable crossing. 138 bouncing of check. 138 bouncing of check. 138 bouncing of check. അപ്പോൾ ഒന്നും കൂടി പറയാം. 123 ചെക്ക് ക്രോസ്ഡ് ജനറൽ. 124 ചെക്ക് ക്രോസ്ഡ് സ്പെഷ്യൽ. 125 പേഴ്സൺ ഓതറൈസ്ഡ് ടു ക്രോസ് ചെക്ക്. 127 double crossing. 128 protection to paying banker. 131 protection to collecting banker. 130 no negotiable crossing. 138 bouncing of check. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സെഷനുകളിൽ നമുക്ക് വരാവുന്നതും കണക്ക് കൂട്ടാവുന്നതുമായ കാര്യങ്ങൾ. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ചെക്കുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകളാണ്. ചെക്ക് നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് ചെക്ക് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെഷൻ 6 പ്രകാരമാണ് ചെക്കിനെ കുറിച്ച് പറയുന്നത്. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്ക് ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. ഡിമാൻഡ് അല്ലാതെ ഒരു ബാങ്ക് കൊടുക്കില്ല, ഡിമാൻഡ് അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കുന്നത് എന്താണോ അതിനെ പറയുന്ന പേരാണ് ചെക്ക് എന്ന് പറയുന്നത്. പാർട്ടീസ് ടു ചെക്ക്. ഡ്രോയർ. ദ അക്കൗണ്ട് ഹോൾഡർ ഓഫ് ദി ചെക്ക് ഈസ് നോൺ ആസ് ഡ്രോയർ. ആരാണോ ചെക്കിൻ്റെ അക്കൗണ്ട് ഹോൾഡർ, അക്കൗണ്ട് ഹോൾഡറെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയർ. ഡ്രോയി. ദ ബാങ്ക് ഓൺ വിച്ച് ദ ചെക്ക് ഈസ് ഡ്രോൺ. ആരാണോ ചെക്ക് ഡ്രോൺ ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയി. പേയി. ഹൂ റിസീവ് ദ എമൗണ്ട്. ആരാണോ ചെക്ക് പ്രകാരമുള്ള എമൗണ്ട് റിസീവ് ചെയ്യുന്നത് അയാളാണ് പേയി. ഇലക്ട്രോണിക് ചെക്ക്. സെഷൻ 6A ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആറ്റ് ഡീൽ വിത്ത് ഇലക്ട്രോണിക് ചെക്ക്. അപ്പോൾ ഇലക്ട്രോണിക് ചെക്ക് ഡീൽ ചെയ്യുന്നത് സെഷൻ 6A നമ്മൾ പറഞ്ഞിട്ടില്ലേ, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെഷൻ 6A പ്രകാരമാണ് ഇലക്ട്രോണിക് ചെക്കിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സെഷൻ 6A ഇലക്ട്രോണിക് ചെക്ക്. ഇലക്ട്രോണിക് ചെക്കിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സെഷൻ 6A ഇലക്ട്രോണിക് ചെക്കിനെ കുറിച്ച് പറയുന്നു. ഇനി ദ ചെക്ക് വിച്ച് കണ്ടെയ്ൻ എക്സാക്റ്റ് മിറർ ഇമേജ് ഓഫ് പേപ്പർ ചെക്ക് ഇലക്ട്രോണിക് ചെക്ക്. ദ ചെക്ക്
വിച്ച് കണ്ടെയ്ൻ എക്സാക്റ്റ് മിറർ, ദ ചെക്ക് വിച്ച് കണ്ടെയ്ൻ എക്സാക്റ്റ് മിറർ ഇമേജ് ഓഫ് പേപ്പർ ചെക്ക് കോൾഡ് ആസ് ഇലക്ട്രോണിക് ചെക്ക്. ഇനി ടോൺകേറ്റഡ് ചെക്ക്. ഈ ടോൺകേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ 6B പറയുന്നു. സെഷൻ 6B പറയുന്ന ചെക്കാണ് ടോൺകേറ്റഡ് ചെക്ക്. സെക്ഷൻ 6B പറയുന്നു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആൽ വിത്ത് ട്രൺകേറ്റഡ് ചെക്ക്, ദ കൺവേർഷൻ ഓഫ് ഫിസിക്കൽ ചെക്ക് ഇൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോമിലുള്ള ചെക്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെക്ക് ഫിസിക്കൽ ചെക്കാക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് ടോൺകേറ്റഡ് ചെക്ക്. എ ചെക്ക് ഈസ് ടോൺകേറ്റഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ക്ലിയറിംഗ് സമയത്ത്. ഇനി ഓർഡർ ബെയറർ ചെക്ക്. എന്താണ് ഓർഡർ ബെയറർ ചെക്ക്? ഓർഡർ ചെക്ക് ഈസ് വൺ വിച്ച് ക്യാൻ ബി പെയ്ഡ് ഓൺലി ടു പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് ഓർഡേർഡ്. ആരാണോ ചെയ്ത് അവർക്ക് ചെയ്യുന്ന ചെക്കിനെ പറയുന്ന പേരാണ് ഓർഡർ ബേസ്ഡ് ചെക്ക്. ബെയറർ ചെക്ക് ഈസ് വൺ ഹൂ ക്യാൻ ബി പെയ്ഡ് ടു ദി ബെയറർ ഓഫ് ചെക്ക്. ബെയറർ എന്ന് പറഞ്ഞാൽ ആരാണോ ചെക്ക് കൊണ്ടു നടക്കുന്ന അയാളാണ് ബെയറർ. ഇപ്പം ഞാൻ വഴിയിൽ നിന്ന് ഒരു കളഞ്ഞ ചെക്ക് കിട്ടി, ആ ചെക്കിൽ പ്രത്യേകിച്ച് എൻഡോഴ്സ്മെൻറ്റോ ക്രോസിങ്ങോ മറ്റോ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ബാങ്കിൽ കൊണ്ടുകൊടുത്താൽ എനിക്ക് കാശ് കിട്ടും. ആരാണോ ബെയറർ അയാൾക്ക് പൈസ കിട്ടും. ആ ചെക്കിനെ പറയുന്ന പേരാണ് ബെയറർ ചെക്ക്. ഇനി ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ട്രാവലേഴ്സ് ചെക്ക് ഇഷ്യൂഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്കിൽ ട്രാവലിംഗ് പർപ്പസിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ചെക്കിനെ പറയുന്ന പേരാണ് ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുന്നത്. ദ വാലിഡിറ്റി ഓഫ് ട്രാവലേഴ്സ് ചെക്ക് നോ ടൈം ലിമിറ്റ്. ട്രാവലേഴ്സ് ചെക്കിന് പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റ് ഇല്ല. അമേരിക്കൻ എക്സ്പ്രസ് വാസ് ദി ഫസ്റ്റ് കമ്പനി ടു ഡെവലപ്പ് ലാർജ് സ്കെയിൽ ട്രാവലേഴ്സ് ചെക്ക് സിസ്റ്റം ഇൻ 1891. 1891 അമേരിക്കൻ എക്സ്പ്രസ് കമ്പനിയാണ് ആദ്യമായിട്ട് ട്രാവലേഴ്സ് ചെക്ക് സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് കമ്പനിയാണ് 1891 ആദ്യമായിട്ട് ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നത്. ഇഫ് ദി ചെക്ക് ഈസ് ലോസ്റ്റ് ഓർ സ്റ്റോളൻ റീപ്ലേസ്മെൻറ്റ് ഈസ് പോസിബിൾ. എങ്ങാനും ചെക്ക് എന്താ പറയുക ഏതെങ്കിലും കാരണവശാൽ ലോസ്റ്റ് ആവുക, നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കീറിപ്പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. The concept of bankers check was introduced by SBI in 1976. ആദ്യമായിട്ട് ബാങ്കേഴ്സിൻ്റെ മേഖലയിൽ ചെക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അത് 1976 അതുവരെ ഫിസിക്കലായിട്ട് നമ്മൾ പണം വിഡ്രോ ചെയ്യലായിരുന്നു. ആ ഫിസിക്കൽ വിഡ്രോവിൽ നിന്നും ചെക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ആദ്യമായിട്ട് സിസ്റ്റം മാറി ബാങ്കേഴ്സ് ചെക്ക് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് ഞാൻ ഈ പറയുന്ന SBI ആണ്. ബാങ്കേഴ്സ് ചെക്ക് ഈസ് വൺ വിച്ച് ഈസ് ഡ്രോൺ ബൈ എ ബാങ്കർ അപ്പോൺ ഹിംസെൽഫ്. ഒരു ബാങ്കേഴ്സിന് എന്ത് ചെയ്യാം? ആ ബാങ്കിൻ്റെ ചെക്ക് തന്നെ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം? ഡ്രോൺ ചെയ്യാം. ബാങ്കേഴ്സ് ചെക്ക് മോർ സേഫ് ദാൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഗെറ്റ് ക്ലിയർഡ് ഇൻ എനി ബ്രാഞ്ച് ഓഫ് ദി ഇഷ്യൂയിങ് ബാങ്ക് ബട്ട് ബാങ്കേഴ്സ് ടു ബി ക്ലിയർഡ് ഇൻ സ്പെസിഫൈഡ് ബാങ്ക്. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ പ്രത്യേകത, ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമുക്ക് ഏത് ബാങ്കിൽ വേണമെങ്കിലും ക്ലിയർ ചെയ്യാം, ഏത് കൺസെപ്റ്റിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന ചെക്ക്, അതായത് ബാങ്കേഴ്സ് ചെക്കിന് ആ സ്പെസിഫൈ ആയിട്ട് പറയുന്ന ബാങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ചെയ്യുള്ളൂ. ഇനി റബ്ബർ ചെക്ക്. എ റബ്ബർ ചെക്ക് ഈസ് എ ചെക്ക് ദാറ്റ് ഈസ് നോട്ട് പെയ്ഡ് ഓർ ഹോണേഡ് ബൈ ബാങ്ക്. ബാങ്ക് പേ ചെയ്യില്ല, ഹോണർ ചെയ്യില്ല, അങ്ങനെയുള്ള ചെക്കിനെ പറയുന്ന പേരാണ് റബ്ബർ ചെക്ക്. ദ മേക്കേഴ്സ് ഓഫ് അക്കൗണ്ട് ഹാസ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് ഓർ നോട്ട് സഫിഷ്യൻറ്റ് ഫണ്ട്. ഏത് കേസിലാണ്? ഇൻസഫിഷ്യൻറ്റ് ഫണ്ടോ നോട്ട് സഫിഷ്യൻറ്റ് ഫണ്ടോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന റബ്ബർ ചെക്ക് ചെയ്യാം. ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് given to the paying banker to pay the amount of the check through a banker only and not directly to person presenting at the counter. ക്രോസിംഗ് എന്ന് പറഞ്ഞത് അർത്ഥം, സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ചെക്ക് വന്നു കഴിഞ്ഞാൽ ആ ചെക്കും എല്ലാ കാര്യങ്ങളും, ഇവിടെ എമൗണ്ട്, സിഗ്നേച്ചർ, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും, ഇവിടെ സിഗ്നേച്ചർ, ഇവിടെ എമൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യും. ആ ക്രോസ് ചെയ്തിട്ട് ഇവിടെ അക്കൗണ്ട് പേയി ഓൺലി എന്ന് എഴുതി. ഇവിടെ സൂരജ് KS
KS. അപ്പോൾ സൂരജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ട് വഴി മാത്രമേ ഈ ചെക്ക് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ക്രോസ് ചെയ്യാനായിട്ട്, ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എമൗണ്ട് അയാൾ ചെക്ക് കൊണ്ടെടുത്താൽ കിട്ടില്ല. അയാൾ ചെക്ക് ബാങ്കിലേക്ക് കൊടുത്ത് അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്ന് ആ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചെക്ക് ക്രോസ്ഡ് ബൈ ദി ഡ്രോയർ, ദ ഹോൾഡർ, ദ കളക്റ്റിംഗ് ബാങ്കർ. ഇവർക്കൊക്കെ ചെക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്യാം. ഇനി ജനറൽ ക്രോസിംഗ്. എന്താണ് ജനറൽ ക്രോസിംഗ്? നമ്മൾ നോക്കേണ്ടതുണ്ട് ജനറൽ ക്രോസിംഗ് എന്താണ്. ജനറൽ ക്രോസിംഗ്, ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ സെഷൻ 123 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എ ചെക്ക് ഈസ് സെഡ് ടു ഹാവ് ബീൻ generally crossed with 2 parallel line and drawn across the face of the check with of or with or without word co between these 2 line. Co is abbreviated from the word and company. അതായത് നമ്മളിങ്ങനെ ചെക്കിനെ, ഇത് ചെക്കാണെങ്കിൽ ഈ ചെക്കിന് പാരലലായിട്ട് 2 ലൈൻ വലിച്ചിട്ട് ഇവിടെ എന്താ ചെയ്യുക, കോ എന്ന് കൊടുക്കുക. ദാറ്റ് മീൻസ് കോ എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയാവുന്നത്. The check is bearing general crossing must be presented to bank paying a banker through a banker only and not by a person at the counter. നമുക്കിത് വേറെ രീതിയിൽ ഈ ചെക്കുകളെ കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയാം. സാധാരണ രീതിയിൽ ഇതാണ് ഒരു ചെക്ക്. ഈ ചെക്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ. ജനറലായിട്ട് പാരലായിട്ട് കൊടുക്കുക. നമ്മൾ ഇതുമാതിരി ചെക്ക് വരിക, ഈ ചെക്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഇവിടെ രാജ് ആൻഡ് കമ്പനി വ്യക്തമായിട്ട് സ്പെസിഫൈ ക്രോസിംഗ് ആണ്, വ്യക്തമായിട്ട് സ്പെസിഫൈ ആയിട്ട് ക്രോസ് ചെയ്തു. ഇനി അടുത്തത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് വരാവുന്നത് ഇവിടെ അക്കൗണ്ട് പേയി, ആ വ്യക്തിയുടെ അക്കൗണ്ട് വഴി മാത്രമേ പാടുള്ളൂ. ചില ചെക്കുകളും ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് നോട്ട് നെഗോഷ്യബിൾ. നോട്ട് നെഗോഷ്യബിൾ, നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്തത്. നോട്ട് നെഗോഷ്യബിൾ, നമ്മൾ ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെയാണ് ക്രോസിങ് വരിക. സ്പെഷ്യൽ ക്രോസ്, ഇതാണ് ജനറൽ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട് സാധാരണ വരിക. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ക്രോസിംഗ് ആണ്. ഇവിടെയാണെങ്കിൽ ആ കമ്പനിക്ക് സ്പെസിഫൈ ആയിട്ട് പറയുന്നു, ഇവിടെ അക്കൗണ്ട് പേ ഉള്ളിയായിട്ട് പറയുന്നു, ഇവിടെ നോട്ട്. ഇതാണ് ജനറൽ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട ചെക്കുകളുടെ പ്രത്യേകത. ജനറൽ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട ചെക്കുകളുടെ പ്രത്യേകതയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് സ്പെഷ്യൽ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട ചെക്കുകളുടെ പ്രത്യേകത നോക്കാം. സ്പെഷ്യൽ ക്രോസിങ്ങുമായി ബന്ധപ്പെട്ട ചെക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ നെയിം ഓഫ് കളക്റ്റിംഗ് ബാങ്കർ ഈസ് റിട്ടേൺ ഓൺ ദി ഫേസ് ഓഫ് ദി ചെക്ക്. ചെക്കിൻ്റെ ഫേസുമേ കളക്റ്റിംഗ് ബാങ്കറുടെ പേര് വളരെ വ്യക്തമായിട്ട് എഴുതുന്നു. ഐദർ വിത്ത് ഓർ വിത്തൗട്ട് 2 പാരലൽ ലൈൻ സച്ച് അഡീഷണൽ ക്രോസ് കോൾഡ് ഈസ് സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇട്ടിട്ട് പാരലൽ ലൈൻ ഇല്ലാതെയും ഉണ്ടായിട്ടും ഇപ്പോൾ ഇവിടെ എഴുതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്പെഷ്യൽ ക്രോസിംഗ് ആ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് പാരലൽ ലൈൻ ഇല്ലാതെ ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല എന്ന് അവർ പറയുന്നുണ്ട്, വിത്തൗട്ട് ആണെങ്കിലും. ഇവിടെ എഴുതുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ ക്രോസിംഗ് നടത്തുമ്പോൾ പാരലൽ ലൈൻ വരയ്ക്കാറുണ്ട്. ഇനി നമ്മൾ വേറെ രീതിയിൽ കണക്ക് കൂട്ടാവുന്നത്, ഇങ്ങനെ ചെക്ക് വരുന്നു, ഈ ചെക്കിൻ്റെ ഇവിടെ പാരലൽ ലൈൻ വരുന്നു, ഇവിടെ എഴുതുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് പേയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് പേയി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ടുള്ള അക്കൗണ്ട് പേയി വഴി മാത്രമേ നമുക്ക് ചെക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി വേറെ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടും. ഇങ്ങനെ തന്നെയാണ് വരിക. ഇതിൽ നമ്മൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ
നോട്ട് നെഗോഷ്യബിൾ. നോട്ട് നെഗോഷ്യബിൾ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ക്രോസിംഗ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് നെഗോഷ്യബിൾ. അപ്പം ഞാൻ ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും പറഞ്ഞു. ഇവിടെ വ്യക്തമായിട്ട് കളക്റ്റിംഗ് ബാങ്കറെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇവിടെ പാരലൽ അല്ലാതെ കളക്റ്റിംഗ് ബാങ്കറെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മാത്രമല്ല, അവിടെ അക്കൗണ്ട് പേയി ആ അക്കൗണ്ട് ഉള്ള വ്യക്തിയുടെ കയ്യിൽ ചെയ്യണമെന്ന് പറയുന്നു. ഇവിടെ നോട്ട് നെഗോഷ്യബിൾ എന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇനി നമ്മൾ പറയേണ്ടത് ഡബിൾ ക്രോസിംഗ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡബിൾ ക്രോസിംഗ്. ഡബിൾ ക്രോസിംഗ്. ഡബിൾ ക്രോസിംഗ് എന്ന് വെച്ചാൽ സെഷൻ 127 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. 127 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഡബിൾ ക്രോസിംഗ്. വളരെ വ്യക്തമായിട്ട് പറയുന്നു ഡബിൾ ക്രോസിംഗ്. സെഷൻ 127 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഡബിൾ ക്രോസിങ്ങിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദ നെയിം ഓഫ് ടു ബാങ്ക് ആർ മെൻഷൻ ഇൻ ദ വിത്ത് ഓർ വിത്തൗട്ട് ട്രാൻവേഴ്സ് ലയൻസ്. നമ്മൾ ആ രണ്ട് ലൈനിലും എന്ത് ചെയ്യും? രണ്ട് ബാങ്കിൻ്റെ പേര് എഴുതും. ദാറ്റ് മീൻസ് ആരാണോ കളക്റ്റിംഗ് ബാങ്കർ, ആരാണോ പേയ്മെൻറ്റ് നടത്തുന്ന ബാങ്കർ, ഈ രണ്ട് ബാങ്കിനെ കുറിച്ചും വരച്ചെഴുതുന്നതിനെ പറയുന്ന പേരാണ് ഡബിൾ ക്രോസിംഗ്. The payment of such check is clearly prohibited except in one case, when crossed to the agent for the purpose of collection. ഏജൻറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് കളക്ഷൻ ഒഴിച്ച് ബാക്കി. അപ്പോൾ നമ്മൾ രണ്ട് പാരലൈനായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്യുക. ചെക്ക് വരയ്ക്കുന്നു, രണ്ട് പാരലൽ ലൈൻ വലിക്കുന്നു. ഈ ലൈനിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതുന്നു, ഇവിടെ നമ്മൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് എഴുതുന്നു. ഒരു ബാങ്ക്, ആ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ കൊടുക്കുന്ന ബാങ്കും മറ്റേ ബാങ്ക് ആ ബാങ്ക് പൈസ റിസീവ് ചെയ്യുന്ന ബാങ്കുമാണ്. ഇഫ് ദ കളക്റ്റിംഗ് ബാങ്ക് ഹാസ് നോ ബ്രാഞ്ച് ഇൻ ദ ഏരിയ ഓഫ് പേയിങ് ബാങ്കർ ക്യാൻ അലൗ ഡബിൾ ക്രോസിംഗ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ കളക്റ്റിംഗ് ബാങ്കിന് ആ ഏരിയയിൽ എന്തെങ്കിലും കാരണവശാൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ചെക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഡബിൾ ക്രോസിംഗ് നടത്താനായിട്ട് പറ്റില്ല. ഇനി അക്കൗണ്ട് പേയി ക്രോസിംഗ്. ദ വേർഡ് അക്കൗണ്ട് പേയി ഇൻക്ലൂഡ് അലോങ് വിത്ത് ജനറൽ ക്രോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്രോസിംഗ്. ജനറൽ ക്രോസിംഗിലും സ്പെഷ്യൽ ക്രോസിംഗിലും അക്കൗണ്ട് പേയി എന്ന് എഴുതാറുണ്ട്. ദ ചെക്ക് മസ്റ്റ് ബി പെയ്ഡ് അക്കൗണ്ട് പേയി ഓൺലി. ദർ ഈസ് എ ക്രോസിംഗ് ഡസ് നോട്ട് അലൗ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. Not negotiable. Not negotiable crossing, the word not negotiable is used. Not negotiable crossing is a warning to the general public. Not negotiable does not mean that check cannot be transferred. In the opening of crossing. Opening of crossing is also known as cancellation of crossing or withdrawal of crossing. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ഓർ ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ് എന്നാണ് അർത്ഥം. ക്രോസിംഗ് ക്യാൻസൽഡ് പ്ലീസ് പേ ക്യാഷ് ഈസ് മെയ്ഡ് ഇൻ ദ പ്ലേസ്. അവിടെ എന്താ എഴുതുക? ക്രോസിംഗ് ക്യാൻസൽഡ് പ്ലീസ് പേ ക്യാഷ്. ഓൺലി ഡ്രോയർ ക്യാൻ ബി ക്യാൻസൽഡ് ദ ക്രോസ്ഡ് ചെക്ക്. ഡ്രോയർക്ക് മാത്രമേ ക്രോസ്ഡ് ചെക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു. ഫൈവ്കോ അക്കാദമി, ഫസ്റ്റ് ഫ്ലോർ, PV കോംപ്ലക്സ്, സിവിൽ ലൈൻ റോഡ്, വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഫോൺ 9946 999 460, 9946 999 461.